ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു KL01 വേൾഡ് ഓഫ് നോളജ് PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി കഴിഞ്ഞ ദിവസം നോക്കി നിർത്തിയ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമിൽ VIDEO വീഡിയോ KYC സംവിധാനം ആരംഭിച്ച ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. ഈ ചോദ്യം നോക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്ന് അതിന്റെ തുടർഭാഗവുമായിട്ട് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പോയാലോ? പോകാം നമ്മുടെ ക്ലാസ്സിലേക്ക്. ഇന്ത്യയിലെ ആദ്യ ഇന്ററാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറക്കിയ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ഇന്ററാക്റ്റീവ് ക്രെഡിറ്റ് കാർഡ് വിത്ത് ബട്ടൺ പുറത്തിറക്കിയ ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് ആണ്. ഇൻഡസ് ഇൻഡ് ബാങ്ക് നെക്സ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നാണ് കാർഡിന്റെ പേര്. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വോയിസ് ബോട്ട് വികസിപ്പിച്ച ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര. കിയ എന്നാണ് വോയിസ് ബോട്ടിന്റെ പേര്. ഇന്ത്യയിൽ ആദ്യമായി കോണ്ടാക്ട്ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി കോണ്ടാക്ട്ലെസ് ഓപ്പൺ ലൂപ്പ് മെട്രോ കാർഡ് വികസിപ്പിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ കാർഡുകൾ ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക്. AXAA എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ വോയിസ് ബോട്ട് ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക്. വർഷം തോറും 1000-ഓളം പേർക്ക് തൊഴിൽ നൽകുന്നതിനായി ഗിഗ് എ ഓപ്പർച്യൂണിറ്റീസ് എന്ന സംരംഭം ആരംഭിച്ച ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി മൈക്രോ ATM വഴിയുള്ള ആധാർ അധിഷ്ഠിത പണമിടപാടുകൾക്ക് ഐറിസ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ ആരംഭിച്ച ബാങ്ക് ആക്സിസ് ബാങ്ക്. വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലണ്ടൻ. 1946 ATM സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർവൽകൃത ശാഖ ആരംഭിച്ച ആദ്യ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ. വ്യവസായിക ആവശ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനു വേണ്ടി സ്ഥാപിച്ച ബാങ്കാണ് IDBI, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ ബാങ്കിംഗ് റോബോട്ട് ലക്ഷ്മിയാണ്, ചെന്നൈയിലാണ്. നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ്. ഏത് പൊതുമേഖലാ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരമാണ്? മുംബൈയിൽ 1921 മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്തത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാൽ ബാങ്ക് സ്ഥാപിതമായത് 1919 നവംബർ 11. RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്കാണ് കാനറ ബാങ്ക്. RBIയുടെ EMV മാൻഡേറ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ ബാങ്കാണ് കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി OTP അധിഷ്ഠിത ATM ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് കാനറ ബാങ്കാണ്. ഫോബ്സിന്റെ ദ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക് 2019 ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് HDFC ആണ്. ഇന്ത്യയിലെ പ്രമുഖ ഭവന വായ്പാ സ്ഥാപനമായ HDFC ലിമിറ്റഡിന്റെ 1.75 crore 1.75 കോടി ഓഹരികൾ സ്വന്തമാക്കിയ വിദേശ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. ലോകത്തിലാദ്യമായി നെഗറ്റീവ് പലിശ നിരക്കിൽ ഭവന വായ്പ ആരംഭിച്ച ബാങ്കാണ് ജിസ്കെ ബാങ്ക്. ഡെൻമാർക്കിലാണ് ജിസ്കെ ബാങ്ക്. ഇന്ത്യൻ റുപേ കാർഡ് പേയ്മെന്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം UAE ആണ്. 2020 ജനുവരിയിൽ ശ്രീലങ്കയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ ബാങ്കുകൾ ICICI, ആക്സിസ് ബാങ്ക്. ICICIയും ആക്സിസ് ബാങ്കുമാണ്. ഇന്ത്യയുടെ ആദ്യ നമ്പറില്ലാത്ത പേയ്മെന്റ് കാർഡാണ് ഫാം കാർഡ്. ഓക്കെ കൂട്ടുകാരെ, തൽക്കാലം ഇത്രയും കാര്യങ്ങൾ നോക്കി ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനം